ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് വെട്ടാനുള്ള നടപടിക്കെതിരെ സമരം പ്രഖ്യാപിച്ച് സിനിമാ സംഘടനകൾ. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന സമരത്തിൽ 21 യൂണിയനുകളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ സിനിമയെ ഇല്ലാതാക്കുന്നുവെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഹൈക്കോടതിയിൽ പുതിയ റിട്ട് ഹർജി നൽകുമെന്നും ബി ഉണ്ണികൃഷ്ണൻ. ടീസറിനും ട്രെയിലറിനും ഒരു മാനദണ്ഡം, സിനിമയ്ക്ക് മറ്റൊരു മാനദണ്ഡം. എത്രത്തോളം ആർബിട്രറിയാണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. ഇത് JSK എന്ന ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമോ പോരാട്ടമോ അല്ല ഞങ്ങളുടേത്. തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് CBFCയുടെ റീജിയണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമര പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും. ഇത് ഫെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല, ഇതൊരു സംയുക്ത സമരപരിപാടിയാണ്. സൂര്യശ്രീ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സൂര്യശ്രീ, ഇല്ലാത്ത നിയമത്തിന്റെ പേരിലാണ് ഇതുപോലുള്ള നടപടികൾ, അത് സിനിമയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഏതെല്ലാം സംഘടനകളാണ് പങ്കെടുക്കുക? ഏത് രീതിയിലാണ് സമര പരിപാടികൾ ഉണ്ടാവുക? സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്കിലെ ജാനകി എന്ന പേര് മാറ്റാതെ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകില്ലെന്ന റിവൈസ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് സിനിമാ സംഘടനകൾ പോകുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തിനെതിരെ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ വിവിധ 21 യൂണിയനുകളിലുള്ള സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്നാണ് ഫെഫ്ക പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സിനിമയുടെ ട്രെയിലറും അതുപോലെ തന്നെ ടീസറും അടക്കം തന്നെ സെൻസർ ബോർഡ് കണ്ട് വിലയിരുത്തിയതാണ്. ഇത് കേരളത്തിലെമ്പാടും പ്രദർശനം നടത്തിയതുമാണ് ഇത്തരത്തിൽ ടീസറും ട്രെയിലറും ഒക്കെ. അപ്പോൾ ഇല്ലാത്ത ഒരു മാനദണ്ഡം എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് വരുന്നു? ഇത്തരത്തിൽ 2 മാനദണ്ഡം എന്താണെന്നാണ് ഫെഫ്ക ഭാരവാഹികൾ ചോദിക്കുന്നത്. മാത്രമല്ല, സെൻസർഷിപ്പിന്റെ മാനദണ്ഡത്തിൽ വ്യക്തത വരുത്തണമെന്ന് കൂടി സിനിമാ സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഹൈക്കോടതി ഈ സിനിമയുടെ കേസ് പരിഗണിക്കുന്നതാണ്. ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ഒരു റിട്ട് ഹർജി വിവിധ സിനിമാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട പേരിൽ ഒരു സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് സിനിമാ സംഘടനകളൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സമരത്തിലേക്ക് ടെലിവിഷൻ സംഘടന അടക്കമുള്ളവരെ ചേർത്ത് നിർത്തി ശക്തമായ ഒരു സമരത്തിലേക്ക് പോകുമെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ ജാനകി എന്ന പേര് മാറ്റേണ്ടതില്ലെന്ന നിലപാടിലാണ് സിനിമാ സംഘടനകൾ ഉറച്ചു നിൽക്കുന്നത്. ഇതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിക്ക് ശേഷം ഇവർ റിട്ട് ഹർജി സമർപ്പിക്കുന്നതാണ്. അനുകൂല വിധിയില്ലെങ്കിൽ റിട്ട് ഹർജി സമർപ്പിക്കാനാണ് തീരുമാനം. സെൻസർ ബോർഡിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ. സൂര്യശ്രീയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.